അങ്ങനെ അഞ്ജന ബീച്ചിലെത്തി തിരമാലയിലും കണ്ടപ്പോഴേക്ക് സൂസിന്റെ ഉള്ളിലുള്ള കുഞ്ഞാവ് വീണ്ടും ഉണരാൻ തുടങ്ങി. ഇവിടെ പിള്ളേരാണെങ്കിൽ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്ന തിരക്കിലും. അപ്പോഴാണ് ഇവിടെ കുറച്ച് മനുഷ്യന്മാർ ഒരു ഫോർട്ട് ഉണ്ടാക്കുന്നത് നമ്മളെ ശ്രദ്ധപ്പെടുന്നത്. പിന്നെ കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് കടൽ കയറിയിട്ട് നടക്കാൻ വഴിയില്ല. നമ്മളങ്ങനെ മുന്നോട്ട് വെച്ച കാല് പിന്നോട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഷാക്കിന്റെ അടിയിൽ കൂടെ നേരെ നടക്കാൻ വിട്ടു. കൊച്ചാപ്പിയാണ് ഷൂ നനയാണ്ടിരിക്കാൻ ബുദ്ധിപൂർവ്വം വേറെ വഴി കൂടെ വന്നുകൊണ്ട് എന്തായാലും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലെത്തിയത്. പിന്നെ ഷൂ നഞ്ഞാലും വേണ്ടിയില്ല, തല്ലിട്ടാണ്ട് കഴിച്ചില്ലാണെന്ന് വലുതൊന്നും പറഞ്ഞുകൊണ്ട് വേഗം പാഞ്ഞിട്ട് പോകുന്നു. നമ്മളവിടുന്ന് അങ്ങനെ നേരെ വണ്ടി എടുത്ത് പിന്നെ റിസോർട്ടിലേക്ക് വെച്ചു. പിള്ളേർക്ക് പാട്ട് പാടാൻ മടിയാന്ന് കേൾക്കേണ്ട താമസം സൂസി നേരെ മൈക്ക് എടുത്തേണ്ട അംഗം കുറിച്ചു. പിന്നെ അങ്ങോട്ട് സാറും പിള്ളേരും മാറി 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 പാട്ട് പാടുന്ന പരിപാടിയാണ്. അങ്ങനെ റിസോർട്ടിലെത്തി വണ്ടി സൈഡാക്കിയപ്പോഴേക്ക് കൊച്ചാപ്പിക്കും പാട്ട് പാടുന്ന ആഗ്രഹം. അങ്ങനെ അവിടെ നിന്ന് വീണ്ടും ഒരു കച്ചേരി നടത്തിക്കാണ്ട് പിള്ളേരെല്ലാം റൂമിലേക്ക് പറഞ്ഞയച്ചു. അങ്ങനെ ഉച്ചയ്ക്ക് ശേഷം വെയിലെല്ലാം അറിയിട്ട് നമ്മൾ നേരെ പോയത് കല്ലങ്കോട് ബീച്ചിക്കാണ്. അവിടുന്ന് സൺസെറ്റ് എല്ലാം കണ്ട് നമ്മൾ നേരെ ബാഗയിലേക്ക് വെച്ചു. അങ്ങനെ ബാഗയിലെത്തി പിള്ളേരോട് ടൈമിൽ സ്പെൻഡ് ചെയ്തപ്പോൾ വീഡിയോ എടുക്കാൻ നമ്മൾ പറഞ്ഞു. അങ്ങനെ അവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞാൽ നമ്മൾ നേരെ റിസോർട്ടിലേക്ക് തിരിച്ചെത്തി. പിള്ളേര് പോയിട്ടും വൈബ് വിടാണ്ട് ഒറ്റയ്ക്ക് ഡാൻസിൽ കിടക്കുന്ന സൂസിയാണിത്. പിറ്റേസ് നമ്മൾ രാവിലെ നേരെ വണ്ടി എടുത്തുകൊണ്ട് ഓൾഡ് ഗോവയിലേക്കാണ്ട് വെച്ചു പിടിച്ചു. അവിടുത്തെ ഐസ് കച്ചവടക്കാരത്തിന് കച്ചവടം ഇല്ലാന്നും പറഞ്ഞുകൊണ്ട് ഓനെ ഹെൽപ്പാക്കാൻ നിൽക്കുകയാണ് ഈ രണ്ട് പയ്യന്മാർ. നാടെത്താനായപ്പോഴേക്ക് മേക്കപ്പ് ഇടാത്തതുകൊണ്ട് നാട്ടുകാർക്ക് മനസ്സിലാവുന്നുള്ള ടെൻഷനിലിരിക്കുകയാണ് പമ്പ്. അങ്ങനെ ട്രിപ്പെല്ലാം കഴിഞ്ഞ് പിള്ളേരെ തിരിച്ച് കോളേജിൽ ഇറക്കിയാണ്ട് നമ്മൾ നേരെ നാട്ടിലേക്ക് വെച്ചു പിടിച്ചു. അപ്പൊക്കെ ബൈ എത്ര ഉള്ളൂ.